എല്ലാവർക്കും സജിതാസ് അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത, ഈ ക്ലാസ് ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ സ്ലൈഡ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വിവരങ്ങളും കിട്ടുന്നതായിരിക്കും. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ക്ലാസ്സിൽ നിന്നും ഈ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എഴുതാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 സയൻസിലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ബോട്ടണിയിലെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പം എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും സവിശേഷതകൾക്കനുസരിച്ച് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് ഒരു ജീവിയെ അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. സ്വഭാവ സവിശേഷതകൾക്കനുസരിച്ച് ഒരു ജീവിയെ ഏറ്റവും അനുയോജ്യമായൊരു ഗ്രൂപ്പിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക, ഏറ്റവും അനുയോജ്യമായൊരു സ്ഥാനം അതിന് കൊടുക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ അടുക്കളയിലൊക്കെ അമ്മമാർ ടിന്നുകൾ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ പല കളറുള്ള ടിന്നുണ്ടാവും, പല വലിപ്പത്തിലുള്ള ടിന്നുകളുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരേ വലിപ്പമുള്ള ടിന്നുകളെ മാറ്റി വെക്കാം അല്ലേ, ഒരു ഗ്രൂപ്പിൽ പെടുത്താം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ പച്ച അടപ്പുണ്ടെങ്കിൽ ഒരേ വലിപ്പമുള്ള പച്ച അടപ്പുള്ള ടിന്നുകളെ നമുക്ക് ഒരു ഭാഗത്ത് വെക്കാം അല്ലേ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരേ വലിപ്പമുള്ള പച്ച അടപ്പുള്ള ഒരേ ചിത്രമുള്ള ടിന്നുകളെ മാറ്റാം അല്ലേ. ഇനിയോ ഒരേ വലിപ്പമുള്ള പച്ച അടപ്പുള്ള ഒരേ ചിത്രം, ഇപ്പോൾ ചെമ്പരത്തിപ്പൂവാണെങ്കിൽ ചെമ്പരത്തിപ്പൂവിന് ചിത്രമുള്ളതിനെ ഒരു ഭാഗത്ത് വെക്കാം, പൂച്ചയുടെ ചിത്രമാണെങ്കിൽ ആ ചിത്രമുള്ളതിനെ വേറൊരു ഭാഗത്ത് വെക്കാം. ഇങ്ങനെ കൃത്യമായൊരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ക്ലിയർ ആണല്ലോ. ഇനി ഈ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് 4 പേരുടെ ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനുള്ളത്. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി നമുക്കൊരു ട്രിക്ക് ഉണ്ട്. നമ്മൾ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, ആലിബാബയും 41 കള്ളന്മാരും. ഇവിടെ നമ്മുടെ കഥയുടെ പേരാണ് ആലിബാബയും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും. ഓക്കെ, ആലിബാബയും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇനി ആലിബാബ ഏതൊക്കെയാണ് പേര്? ആലിബാബ, ആ ഫോർ അരിസ്റ്റോട്ടിൽ, then D for Linnaeus, then W for Whittaker, W for Carl Woese. ആലിബാബയും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ ആണല്ലോ. ഇനി ആദ്യത്തെ ആളാണ് അരിസ്റ്റോട്ടിൽ. ആരായിരുന്നു അരിസ്റ്റോട്ടിൽ? നമുക്കറിയാം, ഒരു ഗ്രീക്ക് ഫിലോസഫറാണ്, ഫാദർ ഓഫ് ബയോളജി, ബയോളജിയുടെ പിതാവാണ് നമുക്കറിയാം അല്ലേ. ഫാദർ ഓഫ് ബയോളജി, ഫാദർ ഓഫ് സുവോളജി, ഇതൊക്കെ ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ. ഇനി അരിസ്റ്റോട്ടിൽ വാസ് ദി ഫസ്റ്റ് പേഴ്സൺ ഹു മെയ്ഡ് ആൻ അറ്റംപ്റ്റ് ടു ക്ലാസിഫൈ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആദ്യമായിട്ട് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ച ആളാണ് അരിസ്റ്റോട്ടിൽ. രണ്ടാമത്തെ ആളാണ് കാൾ ലിനേയസ്. അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അറിയപ്പെടുന്ന പേരാണ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ ബൈ കാൾ ലിനേയസ്. മൂന്നാമത്തെ ആളാണ് R.H. വിറ്റാക്കർ. അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അറിയപ്പെടുന്ന പേരാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇനി ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി പറയും. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് മുഴുവനായിട്ടൊന്ന് കേൾക്കാൻ വേണ്ടി ടീച്ചർ പറയുന്നത്. കാൾ വോസ്. കാൾ വോസിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ ആണല്ലോ. ഇനി ആദ്യത്തെ ആളാണ് അരിസ്റ്റോട്ടിൽ. നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ക്ലാസിഫൈ ചെയ്തു. He made an attempt to classify both plants and animals. പ്ലാന്റ്സിനെയും ആനിമൽസിനെയും അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു.
ഇനി എങ്ങനെയാണ് അദ്ദേഹം പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്? ഹി ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് സിമ്പിൾ മോർഫോളജിക്കൽ സ്റ്റഡീസ്. ഇന്നത്തെ പോലെ അറിവ് നേടാൻ ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നും അന്നില്ലായിരുന്നു ഇല്ലേ? അപ്പോൾ അദ്ദേഹം മോർഫോളജിക്കൽ സ്റ്റഡീസിൻ്റെ ബേസിൽ എന്താണോ കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ കണ്ട് എന്തൊക്കെയാണോ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തു. അദ്ദേഹം ഒബ്സർവ് ചെയ്ത സമയത്ത് കുറേ പ്ലാന്റ്സ് വളരെ ചെറുതാണ്, ഗ്രീൻ സ്റ്റെമ്മൊക്കെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെമ്മുള്ള അധികം ഹൈറ്റിൽ വളരാത്ത ഒരുപാട് ലൈഫ് സ്പാനൊന്നും ഇല്ലാത്ത ചെടികൾ, ഇതിനെ അദ്ദേഹം ഹെർബ്സ് എന്ന് വിളിച്ചു. ഇനിയും കുറച്ച് പ്ലാന്റ്സ് ഹെർബ്സിനേക്കാൾ ഉയരത്തിൽ വളരുന്നവയായിരുന്നു, ഒരുപാട് ബ്രാഞ്ചസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവയായിരുന്നു. ഇങ്ങനെയുള്ള പ്ലാന്റ്സിനെ അദ്ദേഹം എന്ത് വിളിച്ചു? ഷ്രബ്സ് എന്ന് വിളിച്ചു, കുറ്റിച്ചെടികളെന്ന് വിളിച്ചു. ഇനിയും കുറേ പ്ലാന്റ്സ് ഒരുപാട് ഹൈറ്റിൽ വളരുന്ന വലിയ പ്ലാന്റ്സ് ആയിരുന്നു, നല്ല വുഡി സ്റ്റെം പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ വുഡി സ്റ്റെം ഉണ്ടായിരുന്നു. ഇതിനെ അദ്ദേഹം ട്രീസ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പം പ്ലാന്റ്സിനെ അരിസ്റ്റോട്ടിൽ 3 ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ഹെർബ്സ്, രണ്ടാമത്തത് ഷ്രബ്സ്, 2 ഷ്രബ്സ്, 3 ട്രീസ്. ഓക്കെ ആണല്ലോ. ദെൻ ഹി ആൾസോ ക്ലാസിഫൈഡ് ആനിമൽസ്. He classified animals into 2. The animals without red blood cells. And animals with red blood cells. ചുവന്ന രക്തമില്ലാത്ത ജീവികളെന്നും ചുവന്ന രക്തമുള്ള ജീവികളെന്നും രണ്ടായിട്ട് അരിസ്റ്റോട്ടിൽ ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ചുവന്ന രക്തമില്ലാത്തത് പാറ്റ, ചിലന്തി, അതിനൊക്കെ നിങ്ങൾ ചുവന്ന രക്തം കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല. ചുവന്ന രക്തമില്ലാത്ത ജീവികളെന്നും ചുവന്ന രക്തമുള്ള ജീവികൾ, ദോസ് വിത്തൗട്ട് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് ദോസ് ആനിമൽസ് വിത്ത് റെഡ് ബ്ലഡ് സെൽസ്. ക്ലിയർ ആണല്ലോ. ദെൻ നമ്മുടെ രണ്ടാമത്തെ ആളാണ് കാർലസ് ലിനേയസ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നടത്തിയ ആളാണ് കാർലസ് ലിനേയസ്. അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അറിയപ്പെടുന്ന പേരാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ആ 2 കിങ്ഡംസ് നമുക്കറിയാം. ഒന്നാമത്തെ കിങ്ഡമാണ് കിങ്ഡം പ്ലാന്റേ. രണ്ടാമത്തെ കിങ്ഡത്തിൻ്റെ പേരാണ് കിങ്ഡം അനിമേലിയ. കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നൊരു കാര്യമാണ് ഡ്രോബാക്സ് ഓഫ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ലിനേയസിൻ്റെ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരുന്നു? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ജീവജാലങ്ങളെ മുഴുവൻ, ലിവിങ് ഓർഗാനിസത്തിനെ മുഴുവൻ 2 കിങ്ഡത്തിലായിട്ടാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിസിമിലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ഒരു ഗ്രൂപ്പിൽ പെട്ടുപോയിട്ടുണ്ടാവും അല്ലേ? സിമിലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ചിലപ്പോൾ പെടാതെ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ആർക്ക് പറ്റി? നമ്മുടെ ലിനേയസിൻ്റെ ക്ലാസിഫിക്കേഷന് പറ്റി. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിസിമിലർ ആയിട്ടുള്ള ഏതൊക്കെ ഗ്രൂപ്പിനെയാണ് അദ്ദേഹം ഒരു ഗ്രൂപ്പിൽ പെട്ടുപോയത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രശ്നം, അല്ലെങ്കിൽ ആ ക്ലാസിഫിക്കേഷൻ്റെ ഒന്നാമത്തെ പ്രശ്നമായിരുന്നു ഹി ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ. എന്തിനാണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റാതെ പോയത്? ഒന്ന്, പ്രോകാരിയോട്സ് ആൻഡ് യൂക്കാരിയോട്സ്. അദ്ദേഹത്തിന് പ്രോകാരിയോട്സിനെയും യൂക്കാരിയോട്സിനെയും ഡിഫറൻറ്റ് ഗ്രൂപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, പ്രോകാരിയോട്സിനെയും യൂക്കാരിയോട്സിനെയും അദ്ദേഹം ഒരു ഗ്രൂപ്പിലാക്കിപ്പോയി. നമുക്കറിയാം ബാക്ടീരിയ എന്ന് പറയുന്നത് എന്താണ്? പ്രോകാരിയോട്ടാണ്. പ്ലാന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? യൂക്കാരിയോട്ടാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ ഈ രണ്ടും എവിടെയായിപ്പോയി? ഒരു ഗ്രൂപ്പിലായിപ്പോയി അല്ലേ? ഇനി എന്താണ് പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? വ്യക്തമായ ഒരു ന്യൂക്ലിയസും മെംബ്രെയിൻ ബൗണ്ടഡ് ആയിട്ടുള്ള ഓർഗനൽസും ഒന്നുമില്ലാത്ത ജീവികളെ നമ്മൾ ഏത് ഗ്രൂപ്പിൽ പെടുത്തും അല്ലേ? എന്ത് പറയും? പ്രോകാരിയോട്സ് എന്ന് പറയും അല്ലേ? വ്യക്തമായ ന്യൂക്ലിയസും മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽസും ഒക്കെ ഉള്ള ജീവികളെ, ക്ലിയറായ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും?
യൂക്കാരിയോട്ട് എന്ന് പറയും. ഈ രണ്ടും ആരുടെ ക്ലാസിഫിക്കേഷനാണ്? ലിനിയേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഒരു ഗ്രൂപ്പിലായി. ഓക്കെ ആണല്ലോ. ദെൻ രണ്ടാമത്തെ പ്രശ്നം, രണ്ടാമത്തെ പ്രോബ്ലം ആയിരുന്നു ഹി ഡിഡ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ്. ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ്. അദ്ദേഹത്തിന് ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും ഡിഫറെൻറ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പം നമുക്കറിയാം ഫഞ്ചൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെറ്ററോട്രോഫിക് ആണ്, ക്ലോറോഫില്ലസ് ആണ്. പ്ലാന്റ്സ് എന്താണ്? ഓട്ടോട്രോഫിക് ആണ്. പക്ഷേ അദ്ദേഹം രണ്ടിനെ എന്തിൽ പെടുത്തിപ്പോയി? പ്ലാന്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ പെടുത്തി, ഇല്ലേ? അടുത്ത അദ്ദേഹത്തിൻ്റെ പ്രശ്നമായിരുന്നു ഹി ഡിഡ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോട്ടോസിന്തറ്റിക് ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. നോൺ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും ഫോട്ടോസിന്തറ്റിക് അല്ലാത്ത ഓർഗാനിസത്തിനെയും അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ഗ്രൂപ്പിൽ പെടുത്തി. അവിടെ നമുക്ക് ഈ എക്സാമ്പിൾ എടുക്കാമല്ലോ. ഫഞ്ചൈ ഫോട്ടോസിന്തറ്റിക് അല്ല, പ്ലാന്റ്സ് ഫോട്ടോസിന്തറ്റിക് ആണ്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? രണ്ടിനെയും ഒരു ഗ്രൂപ്പിൽ പെടുത്തി. ഓക്കെ. ദെൻ അടുത്ത പ്രശ്നം എന്തായിരുന്നു? ഹി ഡിഡ് നോട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും നമ്മുടെ ലിനിയേഴ്സ് എന്ത് ചെയ്തു? ഒരു ഗ്രൂപ്പിൽ പെടുത്തി. ഇപ്പോൾ എക്സാമ്പിൾ അമീബയുടെ പ്രത്യേകത എന്താ? നമുക്കറിയാം, യൂണിസെല്ലുലാർ ആണ്, ഇല്ലേ? അമീബ യൂണിസെല്ലുലാർ ആണ്. പിന്നെയോ ആനിമൽസ് എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്. പക്ഷേ ഇവർ രണ്ടുപേരും ഇവിടെ വന്നു, അനിമേലിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വന്നു. ഇനി വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസംസ് did not fall into either category. ഒരു വലിയ നമ്പർ ഓഫ് ഓർഗാനിസംസ് രണ്ട് ഗ്രൂപ്പിലും പെടാതെ പോയി. അദ്ദേഹം പഠിച്ച ക്യാരക്ടേഴ്സ് വെച്ച് പ്ലാന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലും പെടുത്താൻ പറ്റിയില്ല, അനിമേലിയ എന്ന് പറയുന്ന ഗ്രൂപ്പിലും പെടുത്താൻ പറ്റാതെ ഒരു ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസംസ് അവശേഷിച്ചു. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ലിമിറ്റ് ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ലിമിറ്റേഷൻസ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ, ഓർത്ത് വെച്ച് പഠിക്കുക. ഓക്കെ. ദെൻ അടുത്ത ആരായിരുന്നു? R.H. വിറ്റാക്കർ. R.H. വിറ്റാക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അറിയപ്പെടുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഓക്കെ. ഇനി നമുക്കറിയേണ്ടത് ഏതൊക്കെയാണ് ആ 5 കിങ്ഡംസ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 5 കിങ്ഡംസ്. 1 കിങ്ഡം മൊനീറ. രണ്ടാമത്തെ കിങ്ഡം പ്രൊട്ടിസ്റ്റ. മൂന്നാമത്തെ കിങ്ഡം ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഇപ്പം നമ്മൾ ഇത് മാത്രം അറിഞ്ഞാൽ മതി. മൂന്നാമത്തെ കിങ്ഡം ഫഞ്ചൈ. ചിത്രം കാണുമ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടും അല്ലേ? മൊനീറ നോക്ക്, യൂണിസെല്ലുലാർ ആണ്, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബാക്ടീരിയകളാണ് അവിടെ കാണുന്നത്. പ്രൊട്ടിസ്റ്റയോ യൂണിസെല്ലുലാർ ആയിട്ടുള്ള യൂക്കാരിയോട്സ് ആണ് അവിടെ കാണുന്നത്. ദെൻ ഫഞ്ചൈ നമുക്ക് ഒരുപാട് പരിചയമുള്ള ഓർഗാനിസമാണ്, ക്ലോറോഫില്ലസ് ആണ്, അല്ലേ? ദെൻ കിങ്ഡം പ്ലാന്റ്. അടുത്തെന്താണ്? കിങ്ഡം, ഇതൊന്നും പഠിക്കണ്ട, ചിത്രം കണ്ടാൽ നമുക്കറിയാം അല്ലേ? കിങ്ഡം അനിമേലിയ. നോക്കൂ, ഒന്നുകൂടെ നോക്ക്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ proposed by R.H. വിറ്റാക്കർ and the 5 kingdoms are കിങ്ഡം മൊനീറ, കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം അനിമേലിയ. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ ദി ക്രൈറ്റീരിയ യൂസ്ഡ് ബൈ R.H. വിറ്റാക്കർ ഫോർ ഹിസ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷന് R.H. വിറ്റാക്കർ സ്വീകരിച്ച ക്രൈറ്റീരിയ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് അദ്ദേഹം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത്? അതിൽ ഒന്നാമത്തെ ക്രൈറ്റീരിയ ആണ് സെൽ സ്ട്രക്ചർ. സെൽ സ്ട്രക്ചർ. അദ്ദേഹം ക്ലാസിഫിക്കേഷന് വേണ്ടി ഓർഗാനിസത്തിൻ്റെ സെൽ സ്ട്രക്ചർ പഠിച്ചു. എങ്ങനെയാണ് ആ സെല്ല് നിർമ്മിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അദ്ദേഹം പഠിച്ചു. സെൽ സ്ട്രക്ചർ. ഓക്കെ. ദെൻ രണ്ടാമത്തെ പ്രത്യേകത എന്തായിരുന്നു?
രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്തായിരുന്നു? ബോഡി ഓർഗനൈസേഷൻ. ബോഡി ഓർഗനൈസേഷൻ. ഓക്കെ, ബോഡി ഓർഗനൈസേഷൻ എങ്ങനെയായിരുന്നു നോക്കി എന്ന് പറഞ്ഞാൽ സിംഗിൾ സെല്ലാണോ, അവരുടെ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് ഒരൊറ്റ കോശം കൊണ്ടാണോ, അതോ ഒരു കൂട്ടം കോശങ്ങൾ കൊണ്ടാണോ, അതോ ടിഷ്യൂസായിട്ട് ഫോം ചെയ്തിട്ടുണ്ടോ, അവർക്ക് ഓർഗൻ ഉണ്ടോ, ഓർഗൻ സിസ്റ്റംസ് ഉണ്ടോ, ഇതൊക്കെ ആര് മനസ്സിലാക്കി? നമ്മുടെ R.H. വിറ്റാക്കർ മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ 5 കിണ്ടത്തിലായിട്ട് ജീവികളെ ഇൻക്ലൂഡ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? ദെൻ മൂന്നാമത്തെ ക്രൈറ്റീരിയ ആണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു അവരുടെ പോഷണ രീതി? അവർ ഓട്ടോട്രോഫിക് ആണോ, അവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം സ്വീകരിക്കാൻ പറ്റുമോ, അതോ അവർ മറ്റുള്ള ജീവികളെ ഡിപ്പെൻഡ് ചെയ്യുകയാണോ ചെയ്യുന്നത്, അവർ സാപ്രോഫൈറ്റ് ആണോ, അവർ പാരസൈറ്റ് ആണോ? ഈ കാര്യങ്ങളൊക്കെ ആര് നോക്കി? വിറ്റാക്കർ നോക്കി. ഓക്കെ ആണല്ലോ? ദെൻ 4ാമത്തെ പോയിന്റ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവരുടെ റീപ്രൊഡക്ഷൻ്റെ രീതി എങ്ങനെയാണ്? ഇതൊക്കെ ആര് പഠിച്ചോ? ഈ ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടി R.H. വിറ്റാക്കർ നോക്കി. ദെൻ 5ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്രൈറ്റീരിയ ആണ് ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്പ്. ഫൈലോജെനറ്റിക് റിലേഷൻഷിപ്സ്. ഓരോ ജീവിയുടെയും ഫൈലോജെനറ്റിക് റിലേഷൻ എങ്ങനെയാണെന്ന് അദ്ദേഹം നോക്കി. എന്ന് പറഞ്ഞാൽ എന്താ? പരിണാമവുമായി ഇവരെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇവരെക്കാൾ അഡ്വാൻസ് ആയിട്ടുള്ള ജീവിവർഗവുമായി ഇവരെന്തൊക്കെ സാമ്യമാണ് കാണിക്കുന്നത്, ഇവരെക്കാൾ മുന്നേ ഉണ്ടായിരുന്ന ജീവിവർഗവുമായി ഇവരെന്തൊക്കെ സാമ്യം കാണിക്കുന്നു, എന്തൊക്കെ വ്യത്യാസമാണുള്ളത്, ഈ കാര്യങ്ങളൊക്കെ ആര് പഠിച്ചോ? നമ്മുടെ R.H. വിറ്റാക്കർ 5 കിണ്ണം ക്ലാസിഫിക്കേഷന് വേണ്ടി പഠിച്ചു. ക്ലിയർ ആണല്ലോ? ഇതെപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്ലാസിഫിക്കേഷനാണ് നമുക്കറിയാം 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ആരായിരുന്നു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്? കാൾ വൂസ്. ആലിവാവോ കാൾ വൂസ്. ഓക്കെ, ഇനി ഈ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട മറ്റൊരു പോയിൻ്റാണ് 3 ഡൊമെയിൻ. 3 ഡൊമെയിനുകളാക്കിയിട്ടാണ് അദ്ദേഹം ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത്. നമ്മൾ പറഞ്ഞു, നമുക്കറിയാം ഇവരൊക്കെ എന്താ ചെയ്തേ? കിണ്ടമാക്കി അല്ലേ? പക്ഷേ ഇവിടെ കിണ്ടത്തിന് മുകളിലായിട്ട് ഏറ്റവും ഹയർ കാറ്റഗറി ആയിട്ട് അദ്ദേഹം എന്ത് കൊണ്ടുവന്നു? ഡൊമെയിൻ എന്ന് പറയുന്നൊരു കാറ്റഗറി കൊണ്ടുവന്നു. അങ്ങനെ കാൾ വൂസ് ആകെ 3 ഡൊമെയിൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. 3 ഡൊമെയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ 1ാമത്തെ ഡൊമെയിൻ്റെ പേരാണ് ഡൊമെയിൻ ആർക്കെ. ഡൊമെയിൻ ആർക്കെ. 2ാമത്തെ ഡൊമെയിൻ്റെ പേരാണ് ഡൊമെയിൻ ബാക്ടീരിയ. ഡൊമെയിൻ ബാക്ടീരിയ. 3ാമത്തെ ഡൊമെയിൻ്റെ പേരാണ് ഡൊമെയിൻ യൂക്കാരിയ. ഡൊമെയിൻ യൂക്കാരിയ. ഓക്കെ, ഇനി ഈ 6 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് നമുക്കറിയാം അല്ലേ? ഈ 6 കിങ്ഡത്തിലെ നമ്മളിവിടെ പഠിച്ച കിങ്ഡം ഉണ്ടല്ലോ 5 കിങ്ഡം, അതിലെ ഈ 1ാമത്തെ കിങ്ഡം അവിടെ നിൽക്കട്ടെ. ബാക്കി എന്ത് ചെയ്യുക? ബാക്കി എല്ലാം അതുപോലെ നമുക്കിവിടെ എഴുതാം. അത്രയേ ഉള്ളൂ, വേറൊന്നും ഇത് പ്രത്യേകിച്ച് ചെയ്യാനില്ല. ഓക്കെ, മൊനീർ അവിടെ നിന്നോ. ബാക്കി എന്താ? കിങ്ഡം പ്രൊട്ടിസ്റ്റ. എവിടെ എഴുതേണ്ടത്? യൂക്കാരിയയുടെ താഴോട്ട് നിങ്ങൾ എഴുതുക. കിങ്ഡം പ്രൊട്ടിസ്റ്റ. അത് കഴിഞ്ഞ് ഏതാ വരുന്നത്? കിങ്ഡം മൊനീർ അവിടെ നിന്നോ, കിങ്ഡം പ്രൊട്ടിസ്റ്റ. പിന്നെ എന്താ? കിങ്ഡം ഫഞ്ചേ. അത് കഴിഞ്ഞ് ഏതാ? കിങ്ഡം പ്ലാന്റ്. ദെൻ ഏതാണ്? കിങ്ഡം അനിമേലിയ. കിങ്ഡം അനിമേലിയ. ഇനി ഓർക്കേണ്ട കാര്യം, ഇത്രയും കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. കിങ്ഡം മൊനീറ എന്ന് പറയുന്ന ഗ്രൂപ്പിനെ അദ്ദേഹം 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? കിങ്ഡം ആർക്കെ ബാക്ടീരിയ എന്നും കിങ്ഡം യു ബാക്ടീരിയ. കിങ്ഡം ആർക്കെ ബാക്ടീരിയ ആൻഡ് കിങ്ഡം യു ബാക്ടീരിയ. ഈ കിങ്ഡം ആർക്കെ ബാക്ടീരിയ ആർക്ക് കൊടുത്തു? ഈ ഡൊമെയിൻ കൊടുത്തു. ഏതാണത്? ഡൊമെയിൻ ആർക്കെ. അപ്പോൾ ഡൊമെയിൻ ആർക്കയുടെ കീഴിൽ വരുന്ന കിങ്ഡം ഏതാ? കിങ്ഡം ആർക്കെ ബാക്ടീരിയ. കിങ്ഡം ആർക്കെ ബാക്ടീരിയ. അപ്പോൾ തീർച്ചയായും ഇവിടെ എന്തായിരിക്കും? ഡൊമെയിൻ ബാക്ടീരിയയുടെ അണ്ടറിൽ ഏതായിരിക്കും? കിങ്ഡം യു ബാക്ടീരിയ. കിങ്ഡം യു ബാക്ടീരിയ. അപ്പോൾ ഓക്കെ ആയല്ലോ. നമ്മുടെ 6 കിങ്ഡവും കിട്ടിയില്ലേ? നമുക്ക് നോക്കാമല്ലോ 6 കിങ്ഡം ഉണ്ടോയെന്ന്. നോക്ക്, ഏതൊക്കെയാ? 1 കിങ്ഡം ആർക്കെ ബാക്ടീരിയ, 2 കിങ്ഡം യു ബാക്ടീരിയ, 3 കിങ്ഡം പ്രൊട്ടിസ്റ്റ, 4 കിങ്ഡം
ഫഞ്ചെ. ദെൻ 5 കിങ്ഡം പ്ലാന്റ്, 6 കിങ്ഡം അനിമേലിയ. 6 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഈ ഓർഗാനിസത്തിനെ മുഴുവൻ എന്ത് ചെയ്തു? 3 ഡൊമെയിനുകളാക്കി മാറ്റി. ഓക്കെ, യു ബാക്ടീരിയ എന്ന് പറയുന്നത് ഡൊമെയിൻ ബാക്ടീരിയയിൽ വന്നു, ആർക്കെ ബാക്ടീരിയ എന്ന് പറയുന്നത് ഡൊമെയിൻ ആർക്കയിൽ വന്നു. ഓക്കെ ആണല്ലോ, കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ, RH വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഏകദേശം ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻസ് മുഴുവൻ നമുക്കതോടെ കിട്ടും. റെഡിയാണല്ലോ? നോക്ക്, ഒന്നാമത്തത് നമുക്കറിയാം ഏതൊക്കെ 5 കിങ്ഡം? കിങ്ഡം മൊനീറ, കിങ്ഡം പ്രൊത്തിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമേലിയ. ഇനി നോക്ക്, ഈ ഒരു സെൽ ടൈപ്പ്, അതായത് ഈ ഓരോ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ കിങ്ഡത്തിൻ്റെയും സെൽ ടൈപ്പ് എങ്ങനെയാണ്? ഇനി ശ്രദ്ധിക്കുക, മൊനീറയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകത, മൊനീറ എന്താണ്? പ്രോകാരിയോട്ടാണ്. മൊനീറ എന്ന് പറയുന്നത് പ്രോകാരിയോട്ടാണ്. ഓക്കെ, ഇനി ബാക്കിയെല്ലാം നിങ്ങളിവിടെ ഒന്നും പഠിക്കാനില്ല. ഇത് പ്രോകാരിയോട്ടാണ്, ബാക്കിയെല്ലാം എന്താണ്? യൂകാരിയോട്ടാണ്. നമ്മുടെ പഠിക്കാനുള്ള കിങ്ഡത്തിലെ ആകെ പ്രോകാരിയോട്ടായിട്ടുള്ളത് ഒറ്റ കിങ്ഡം മാത്രമാണ്. ആരാണത്? നമ്മുടെ കിങ്ഡം മൊനീറ. ബാക്കിയെല്ലാം എന്താണ്? യൂകാരിയോട്ടാണ്. പഠിച്ചല്ലോ. അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ യൂകാരിയോട്ട് എന്ന് മാത്രം ഓർക്കുക, അല്ലെങ്കിൽ എന്ന് മാത്രം ഓർക്കുക. ഇവിടെ പി പ്രോകാരിയോട്ട്, ഇവിടെ എല്ലാത്തിനും എന്താണ്? എന്താണ് എന്ന് പറഞ്ഞാൽ? യൂകാരിയോട്ട്. ഓക്കെ ആണല്ലോ. അപ്പം മൊനീറ മാത്രം പ്രോകാരിയോട്ട്, മറന്നു പോകരുത്. മൊനീറ പ്രോകാരിയോട്ട്, ബാക്കിയെല്ലാം യൂകാരിയോട്ട്. പഠിച്ചു അല്ലേ? ഇനി നമ്മുടെ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്താ? ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇവരുടെ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ പ്രത്യേകത എന്താണെന്ന്. ഇനി അത് പഠിക്കാൻ വളരെ ഈസിയായൊരു മാർഗമുണ്ട്. ന്യൂക്ലിയർ മെംബ്രെയിനും വ്യക്തമായ ന്യൂക്ലിയസും ഒക്കെ ഉള്ളത് ഏതിന് മാത്രമേ ഉള്ളൂ? യൂകാരിയോട്സിന് മാത്രമേ ഉള്ളൂ അല്ലേ? പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തമായ ന്യൂക്ലിയസോ മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽസോ ഒന്നുമില്ലാത്ത ജീവികളെ നമ്മൾ എന്ത് പറയും? പ്രോകാരിയോട്ട് എന്ന് പറയും. അവർക്ക് വ്യക്തമായ ന്യൂക്ലിയർ മെംബ്രെയിൻ ഒന്നുമില്ല. അപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആയത് ഏതിൽ മാത്രമാണ്? പ്രോകാരിയോട്ടിൽ മാത്രമാണ്. നമുക്ക് കണ്ണടച്ച് പറഞ്ഞൂടെ? അപ്പം ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രോകാരിയോട്ടിൽ എങ്ങനെയാണ്? ആബ്സെൻ്റ് ആണ്. എന്തുകൊണ്ട് ആബ്സെൻ്റ് ആയത്? ബിക്കോസ് ദേ ആർ പ്രോകാരിയോട്സ്. പ്രോകാരിയോട്സിന് എന്തില്ല? ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ല, മെംബ്രെയിൻ ബൗണ്ടഡ് ഓർഗനൽസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായും യൂകാരിയോട്ടിനെല്ലാം എന്തുണ്ടാവും? ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അപ്പം ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ഇൻ മൊനീറ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് പ്രസൻറ്റ് ഇൻ ഓൾ അതർ ഗ്രൂപ്പ്സ്. ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻറ്റ്. ഇവിടെ നമ്മൾ APPP എന്ന് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ ആബ്സെൻ്റ്. ബാക്കി എല്ലായിടത്തും എന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. കിട്ടിയല്ലോ. അടുത്തത് സെൽ വോൾ. സെൽ വോളിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ നിങ്ങളൊരു കാര്യം ഓർക്കുക, നമുക്ക് വേഗം പഠിക്കാൻ വേണ്ടിയിട്ട്. നോക്ക്, നമ്മൾ 8ാം ക്ലാസ്സിൽ പ്ലാന്റ് സെല്ലിൻ്റെ ആനിമൽ സെല്ലിൻ്റെ ഡിഫറൻസ് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഒന്നാമത് നിങ്ങൾ 2 കോളമൊക്കെ വരയ്ക്കും നോട്ട്ബുക്കിൽ. ആ കോളത്തിൽ പ്ലാന്റ്സിൻ്റെ ഏറ്റവും ആദ്യം താഴെ പ്ലാന്റ്സിൻ്റെ കോളത്തിൽ ആദ്യം നിങ്ങൾ എന്താ എഴുതുന്നത്? പ്രസൻസ് ഓഫ് സെൽ വാൾ. ആനിമൽസിൻ്റെ കോളത്തിൽ നിങ്ങൾ എന്തെഴുതും? ആബ്സെൻസ് ഓഫ് സെൽ വാൾ. അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ആനിമൽസിനൊന്നും എന്തില്ല? സെൽ വോള് ഇല്ല. അപ്പോൾ നമുക്കത് ആദ്യം അത് എഴുതി നോക്കാം. ആനിമൽസ് എന്തില്ല? സെൽ വോള് ആബ്സെൻ്റ് ആണ് അല്ലേ? അപ്പോൾ പ്ലാന്റ്സിന് തീർച്ചയായും എന്തുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെൽ വോള് പ്രസൻ്റ് ആണ്. പ്ലാന്റ്സിന് എന്താണ്? സെൽ വോള് പ്രസൻ്റ് ആണ്. ഇനി പ്ലാന്റ്സിൻ്റെ സെൽ വോൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പ്ലാന്റ്സിൻ്റെ സെൽ വോളിൻ്റെ പ്രത്യേകത? മെയ്ഡപ്പ് ഓഫ് സെല്ലുലോസ്. പ്ലാന്റ്സിൻ്റെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇനി നോക്ക്, അടുത്തത് ഏത് ഗ്രൂപ്പാണ് വരുന്നത്? ഫഞ്ചൈ. ഫഞ്ചൈക്ക് കൃത്യമായിട്ട് എന്തുണ്ട്? സെൽ വോൾ ഉണ്ട് ഇല്ലേ? ഫംഗസിന് എന്തുണ്ട്? സെൽ വോൾ ഉണ്ട്. അപ്പോൾ ഫംഗസിൽ സെൽ വോള് പ്രസൻ്റ് ആണ്. ഇനി ഫംഗസിൻ്റെ സെൽ വോള് സെല്ലുലോസ് ഒന്നുമല്ല, കൈറ്റിൻ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഫംഗസിൻ്റെ സെൽ വോൾ ഉണ്ട്. എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കൈറ്റിൻ ഇല്ലേ? ഫംഗസ് കൈറ്റിൻ സെൽ വോൾ. ഫംഗസ് കൈറ്റിൻ സെൽ വോൾ. പഠിച്ചോ? ഓക്കെ. ഇനി അടുത്ത എന്താണ്? പ്രൊട്ടിസ്റ്റ. ഈ പ്രൊട്ടിസ്റ്റ ഒരു ഇൻട്രസ്റ്റിംഗ് ഗ്രൂപ്പാണ്. അവർ ഓരോ സ്വഭാവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പറയില്ലേ ഫ്രണ്ട്സ്, അവൻ ഒരു സമയത്ത് ഒരു സ്വഭാവമാണെന്ന് പറയില്ലേ? അതുപോലെ ഇത് പ്രസൻ്റ് ആണോ എന്ന് ചോദിച്ചാണ്. പക്ഷേ എല്ലാവർക്കും എന്തില്ല? സെൽ വോൾ ഇല്ല. അപ്പോൾ നമ്മൾ എന്തെഴുതണം? എല്ലാവർക്കും ഇല്ല, കുറച്ച് പേർക്കുണ്ട്, അതങ്ങ് എഴുതുക. പ്രസൻറ്റ് ഇൻ സം.
കുറച്ച് പേര് എന്ത് കാണിക്കുന്നുണ്ട്, സെൽ വോൾ കാണിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് പെല്ലിക്കിൾ എന്നൊക്കെ പറയുന്ന ഒരു മെംബ്രെയിൻ കൊണ്ടാണ് ശരീരം അല്ലെങ്കിൽ ബോഡി കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഏതാണ് നമ്മുടെ ഗ്രൂപ്പ്? കിങ്ഡം മൊനീറ. മൊനീറയുടെ പ്രത്യേകത എന്താ? തീർച്ചയായും സെൽ വോളുണ്ട്, പക്ഷെ എന്തില്ല, സെല്ലുലോസ് കൊണ്ടൊന്നും നിർമ്മിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയണം? സെല്ലുലോസ് കൊണ്ടല്ല, നോൺ സെല്ലുലോസിക് സെൽ. സെല്ലുലോസ് കൊണ്ടല്ല അവരുടെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? പോളിസാക്കറൈഡും അമിനോ ആസിഡും കൊണ്ട്. അപ്പോൾ നമുക്കതുകൂടെ അങ്ങ് എഴുതാം, പോളിസാക്കറൈഡ് പ്ലസ് അമിനോ ആസിഡ്. പോളിസാക്കറൈഡ് പ്ലസ് അമിനോ ആസിഡ്. ഓക്കെ ആണോ? ഇനി കിട്ടിയല്ലോ. അപ്പോൾ സെൽ വോളിൻ്റെ പ്രത്യേകത എന്താ? മൊനീറ സെൽ വോളുണ്ട്, സെല്ലുലോസ് കൊണ്ടൊന്നും അല്ല അല്ലേ. പിന്നെ എന്തുകൊണ്ടാണ്? പോളിസാക്കറൈഡും അമിനോ ആസിഡും കൊണ്ടാണ് സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത്. ദെൻ അടുത്ത പ്രൊട്ടിസ്റ്റ. എന്താ പ്രത്യേകത? പ്രസൻറ്റ് ഇൻ സം. ചില മെമ്പേഴ്സ് സെൽ വോൾ കാണിക്കുന്നുണ്ട്, ചിലവയ്ക്ക് സെൽ വോൾ ഇല്ല. ഇനി അടുത്ത ഗ്രൂപ്പ് ഏതാ? ഫഞ്ചേ. സെൽ വോളുണ്ട്, എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കൈറ്റിൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി അനിമേ, പ്ലാന്റ്. എന്താ പ്ലാന്റയുടെ പ്രത്യേകത? നമുക്കറിയാം, സെൽ വോളുണ്ട്, സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അനിമേരിയ, സെൽ വോള് ഇല്ല. ക്ലിയർ ആണല്ലോ. അടുത്ത എന്താണ്? ബോഡി ഓർഗനൈസേഷൻ. നോക്ക്, മൊനീറയുടെ ബോഡി ഓർഗനൈസേഷൻ്റെ പ്രത്യേകത എന്താ? സെല്ല്, സിമ്പിൾ ഓർഗാനിസം ആണ് അല്ലേ. സെല്ലുലാറാണ് അല്ലേ. കോശം മാത്രമേ ഉള്ളൂ, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അടുത്ത് നോക്ക്, പ്രൊട്ടിസ്റ്റ. അതെന്താണ്? അതും സെല്ലുലാറാണ്, യൂണിസെല്ലുലാറാണ്, യൂക്കാരിയോട്സ് ആണ്. അപ്പോൾ അവരും എന്താണ്? സെല്ലുലാറാണ്. ഇനി അടുത്ത ഫഞ്ചെ. എന്താണ്? ഒന്നിൽ കൂടുതൽ സെല്ലൊക്കെ ഉണ്ട് അല്ലേ. മൾട്ടി സെല്ലുലാറാണ്. ഒരു സെല്ല് മാത്രമല്ല ഫംഗസ്, ഫിലമെൻ്റായിട്ട് ഇങ്ങനെ മൈസീൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. അപ്പോൾ എന്താണ്? മൾട്ടി സെല്ലുലാർ, ഒന്നിൽ കൂടുതൽ സെല്ലുകളുണ്ട്. പിന്നെയോ ലൂസ് ടിഷ്യൂ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലൂസ് ടിഷ്യൂ എന്താണ്? ഒരേ ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങളുടെ ഒരു കൂട്ടത്തെ നമ്മൾ എന്ത് പറയും? ടിഷ്യൂ എന്ന് പറയും അല്ലേ. അപ്പോൾ മൾട്ടി സെല്ലുലാറാണ്, ലൂസ് ടിഷ്യൂ ആയിട്ടാണ് ഫംഗൽ ബോഡിയിൽ കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത് നോക്ക്, പ്ലാന്റയുടെ പ്രത്യേകത എന്താ? മൾട്ടി സെല്ലുലാർ ആണെന്ന് നമുക്കറിയാം. പിന്നെയോ എന്താണ്? ടിഷ്യൂസായിട്ട് കാണപ്പെടുന്നു. പിന്നെയോ ടിഷ്യൂസ് മാത്രമല്ല, എന്തുമുണ്ട്? ഓർഗൻസുമുണ്ട് ഇല്ലേ. പ്ലാന്റ്സിന് ഓർഗൻസ് ഉണ്ടോ? ഫ്ലവർ ഉണ്ട് അല്ലേ, ഫ്രൂട്ട് ഉണ്ട്. പ്ലാന്റ്സിന് ഓർഗൻസ് ഉണ്ട്. ദെൻ ഓർഗൻ സിസ്റ്റം ഉണ്ടോ? ഇല്ല, പ്ലാന്റ്സിന് ഓർഗൻ സിസ്റ്റം ഒന്നുമില്ല. സെല്ലുകൾ കൂടി ചേർന്ന് ടിഷ്യൂസ് ആയിട്ടുണ്ട്, ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസായി മാറിയിട്ടുണ്ട്. ഇനി നോക്ക്, അനിമേലിയയുടെ പ്രത്യേകത എന്താ? നമുക്കറിയാം, മൾട്ടി സെല്ലുലാറാണ്, ടിഷ്യൂസായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ടിഷ്യൂസ് ചേർന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഓർഗൻസ് ഉണ്ട്. ഓർഗൻസ് ചേർന്ന് എന്തുമായിട്ടുണ്ട്? ഓർഗൻ സിസ്റ്റവുമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ശരീരത്തിൽ ഓർഗൻ സിസ്റ്റംസ് ഉണ്ട് അല്ലേ. സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഓർഗൻ സിസ്റ്റമായിട്ട് ആനിമൽസിൻ്റെ ബോഡി കാണപ്പെടും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് എന്താണ്? ന്യൂട്രീഷൻ. എന്താ ന്യൂട്രീഷൻ്റെ പ്രത്യേകത? നോക്ക്, മൊനീറയുടെ ന്യൂട്രീഷൻ്റെ പ്രത്യേകത, ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക് ഓർഗാനിസംസ്. ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ട്, പിന്നെയോ ഹെറ്ററോട്രോഫിക്കും ഉണ്ട്. മൊനീറ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്, ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്. ഇനി ഓട്ടോട്രോഫിക് ആണെങ്കിൽ ഇവരുടെ പ്രത്യേകത, ചിലത് ലൈറ്റ് എനർജി ഉപയോഗിച്ച് ഫുഡ് സിന്തസൈസ് ചെയ്യും, ചിലതോ അതിന് പകരം കെമിക്കൽ എനർജി ഉപയോഗിച്ച് ഫുഡ് സിന്തസൈസ് ചെയ്യും. ഈ ലൈറ്റ് എനർജി ഉപയോഗിച്ചാണ് ഫുഡ് സിന്തസൈസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫോട്ടോസിന്തറ്റിക് എന്ന് പറയും ഇല്ലേ. ഇനി കെമിക്കൽ എനർജി ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് പറയും? കീമോസിന്തറ്റിക് എന്ന് പറയും. അപ്പോൾ ഇവരെന്താവാം? ഒന്നെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ആവാം, അല്ലെങ്കിലോ കീമോസിന്തറ്റിക് ആവാം. ഫോട്ടോസിന്തറ്റിക്കോ കീമോസിന്തറ്റിക്കോ ആവാം. ഇനി ഹെറ്ററോട്രോഫിക് ആണെങ്കിൽ ഇവരെങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ സാപ്രോഫൈറ്റ്സ് ആയിരിക്കും, ആവാം, അല്ലെങ്കിലോ പാരസൈറ്റ്സ് ആവാം.
സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗാനിസംസ് വിച്ച് ഒബ്റ്റെയിൻ ന്യൂട്രിയൻസ് ഫ്രം ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ, അല്ലേ? ജീർണിച്ച അല്ലെങ്കിൽ അഴുകിയ അവശിഷ്ടങ്ങളിൽ നിന്നും ഭക്ഷണം സ്വീകരിക്കുകയാണെങ്കിൽ, ന്യൂട്രിയൻസ് സ്വീകരിക്കുകയാണെങ്കിൽ അവർ എന്ത് പറയും? സാപ്രോഫൈറ്റ്സ് എന്ന് പറയും. ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ നിന്നോ പുറത്തു നിന്നോ ന്യൂട്രിയൻസ് സ്വീകരിക്കുകയാണെങ്കിൽ, ഒരു ലിവിങ് ഓർഗാനിസത്തിൽ ജീവിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? പാരസൈറ്റിക് എന്ന് പറയും. അപ്പം മൊനീറയുടെ പ്രത്യേകത എന്താ? ന്യൂട്രീഷൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഓട്ടോട്രോഫ്സ് ആൻഡ് ഹെറ്ററോട്രോഫ്സ്. ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസവും ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസവും മൊനീറയിൽ ഉണ്ട്. ഓട്ടോട്രോഫ് ആണെങ്കിൽ ലൈറ്റ് എനർജി ഉപയോഗിച്ച് ഫുഡ് സിന്തസൈസ് ചെയ്യും, അല്ലെങ്കിൽ കെമിക്കൽ എനർജി ഉപയോഗിച്ച് സിന്തസിസ് ചെയ്യും. ലൈറ്റ് എനർജിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കും. കെമിക്കൽ എനർജിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളവരെ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കും. ഇനി ചില ഓർഗാനിസംസ്, ചില മെമ്പേഴ്സ് എന്താണ്? ഹെറ്ററോട്രോഫിക് ആണ്. അവരൊന്നെങ്കിൽ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിൽ നിന്ന് ഫുഡ് സ്വീകരിക്കുന്നവരായിരിക്കും, സാപ്രോഫൈറ്റ്സ് ആയിരിക്കും. അല്ലെങ്കിൽ അവർ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിലോ പുറത്തോ ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മളവരെ എന്ത് വിളിക്കും? പാരസൈറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത എന്താണ്? കിങ്ഡം പ്രൊട്ടിസ്റ്റ. പ്രൊട്ടിസ്റ്റയിൽ എന്താണ്? ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ട്, ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ട്. ഓട്ടോട്രോഫിക് ആൻഡ് ഹെറ്ററോട്രോഫിക്. ഓട്ടോട്രോഫിക് ആണെങ്കിൽ അവരെന്തായിരിക്കും? ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും. ഓട്ടോട്രോഫിക് ആണെങ്കിൽ അവർ ഫോട്ടോസിന്തറ്റിക്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അല്ലേ? ഇനി നോക്ക്, അടുത്ത ഗ്രൂപ്പ് ഏതാ വരുന്നത്? ഫഞ്ച്. ഫഞ്ച് നമുക്കറിയാം ഓട്ടോട്രോഫ്സ് വരുമോ? ഇല്ല. എന്തുകൊണ്ടാണ് വരാത്തത്? ഫംഗസിനൊന്നും എന്തില്ല? ക്ലോറോപ്ലാസ്റ്റ് ഇല്ല, ക്ലോറോഫിൽ ഇല്ല. അതുകൊണ്ട് അവർ ഓട്ടോട്രോഫ്സ് അല്ല. പകരം അവരെന്താണ്? ഹെറ്ററോട്രോഫ്സ്. ഫംഗസ് എല്ലാം എന്താണ്? ഹെറ്ററോട്രോഫ്സ് ആണ്. അതെന്താവാ? ചിലരെന്താണ്? സാപ്രോഫൈറ്റിക് ആണ്, ചിലരെന്താണ്? പാരസൈറ്റിക് ആണ്. സാപ്രോഫൈറ്റിക്കോ പാരസൈറ്റിക്കോ ആവാം. അടുത്ത ഏതാണ്? പ്ലാന്റ്സ്. അത് നമുക്കറിയാലോ. പ്ലാന്റ്സിനെ പ്രത്യേകിച്ച് നമുക്ക് പഠിക്കുകയേ വേണ്ട, അല്ലേ? പച്ച നിറമാണ്. അപ്പം തന്നെ നമുക്കറിയാം അവരെന്താണ്? ഫോട്ടോസിന്തസിസ് നടത്തും. അതുകൊണ്ട് അവരെന്താണ്? ഓട്ടോട്രോഫിക് ആണ്. ഇനി അവരെപ്പോഴും എന്താ ഉപയോഗിക്കുന്നത്? ലൈറ്റ്. അപ്പോൾ നമുക്ക് എന്തറിയാം? ഫോട്ടോസിന്തറ്റിക് ആണ്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ആണ്. ഓക്കെ ആണല്ലോ. ദെൻ അടുത്ത എന്താണ്? അനിമേലിയ. അനിമേലിയയ്ക്കൊന്നും ക്ലോറോപ്ലാസ്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓട്ടോട്രോഫ്സ് ആണെന്ന് ചിന്തിക്കുകയേ വേണ്ട. നമുക്ക് ഉറപ്പിച്ച് എന്ത് പറയാം? അവരൊക്കെ എന്താണ്? ഹെറ്ററോട്രോഫ്സ് ആണ്, ഹെറ്ററോട്രോഫിക് ആണ്. എന്താണ്? ഒന്നെങ്കിൽ അവർ ഹോളോസോയിക് ആയിരിക്കും, അല്ലെങ്കിലോ സാപ്രോഫൈറ്റിക് ആയിരിക്കും. സാപ്രോഫൈറ്റിക് ആയിരിക്കും. എന്താ ഹോളോസോയിക് എന്ന് പറയുന്നത്? ഹോളോസോയിക് ഭക്ഷണം വിഴുങ്ങി, അതായത് ഇൻജസ്റ്റ് ചെയ്യുക, ഉള്ളിലേക്കെടുത്ത് ദഹനം നടന്ന് ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യുക. സാപ്രോഫൈറ്റിക് നമുക്കറിയാലോ. ഓക്കെ, ക്ലിയർ ആണോ? ന്യൂട്രീഷൻ ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഭാഗത്ത് നിന്ന് വന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ പറയുന്ന പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതിൽ നിന്ന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. ഓക്കെ, നോക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. മൊനീറ പ്രോകാരിയോട്ട്, പ്രൊട്ടിസ്റ്റ എന്താണ്? ആലോചിച്ച് നോക്ക്. നമ്മൾ പഠിച്ചത് വെച്ച് മൊനീറ പ്രോകാരിയോട്ടാണ്, പ്രൊട്ടിസ്റ്റ എന്താണ്? യൂകാരിയോട്ട്. നമ്മൾ പഠിച്ച ഗ്രൂപ്പിൽ ആകെ ഒരേ ഒരു കിണ്ടം മാത്രമേ എന്തായിട്ടുള്ളൂ? പ്രോകാരിയോട്ടുള്ളൂ. അത് ഏത് മാത്രമായിരുന്നു? മൊനീറ മാത്രമായിരുന്നു. ബാക്കിയെല്ലാം പ്രൊട്ടിസ്റ്റ മുതൽ അനിമേലിയ വരെയുള്ളതെല്ലാം എന്താണ്? യൂകാരിയോട്ടാണ്. ക്ലിയർ ആണോ? ഓക്കെ. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് പ്രസൻറ്റ് ഇൻ പ്ലാന്റ്. ഓക്കെ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് പ്രസൻറ്റ് ഇൻ പ്ലാന്റ്. അർത്ഥം അറിയാലോ. പ്ലാന്റിൽ എന്തുണ്ട്? ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഈസ് ആബ്സെൻറ്റ് ഇൻ ഡാഷ്. ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആയത് ഏതിലാണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആവണമെങ്കിൽ ഏത് ആബ്സെൻ്റ് ആവണം? എന്തുണ്ടാവരുത്? എന്തിലാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് ആയത്? പ്രോകാരിയോട്ടാണ്, ഇല്ലേ? ന്യൂക്ലിയർ മെംബ്രെയിൻ ആബ്സെൻ്റ് എന്ന് പറയുന്നത് പ്രോകാരിയോട്ടാണ്. അപ്പോൾ പ്ലാന്റിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, ബാക്കി ആബ്സെൻ്റ് ആയത് പ്രോകാരിയോട്ടിലാണ്. ആ പ്രോകാരിയോട്ട് ഏതേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ? മൊനീറ, അല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? മൊനീറ. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. കാർലസ് ലിനേയസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡാഷ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കാർലസ് ലിനേയസ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡാഷ്
ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്താണ് ആരാണ്? RH വിറ്റാക്കർ. RH വിറ്റാക്കർ. ഓക്കെ. ദെൻ അടുത്തത് ക്രൈറ്റീരിയ യൂസ്ഡ് ബൈ RH വിറ്റാക്കർ. ഇത് റിപ്പീറ്റ് ചെയ്ത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ക്രൈറ്റീരിയ യൂസ്ഡ് ബൈ RH വിറ്റാക്കർ. ഈ ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷന് വേണ്ടി RH വിറ്റാക്കർ ഉപയോഗിച്ച ക്രൈറ്റീരിയ എന്തൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞതാണ്. ഒന്നാമത്തെ ക്രൈറ്റീരിയ ഏതായിരുന്നു? സെൽ സ്ട്രക്ചർ. രണ്ടാമത്തെ ക്രൈറ്റീരിയ ഏതായിരുന്നു? ബോഡി ഓർഗനൈസേഷൻ. മൂന്നാമത്തെ ക്രൈറ്റീരിയ ഏതായിരുന്നു? മോഡ് ഓഫ് ന്യൂട്രീഷൻ. നാലാമത്തെ ക്രൈറ്റീരിയ ഏതായിരുന്നു? റീപ്രൊഡക്ഷൻ. അഞ്ചാമത്തെ ഏതാണ്? ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുക. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിച്ച് ധൈര്യമായിട്ട് എക്സാം എഴുതുക. ഓക്കെ, താങ്ക് യു.